കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ മാവ് നിറഞ്ഞു കായ്ക്കാനുള്ള ഒരു സ്പെഷ്യൽ കഷായമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മാവ് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കായ്കൾ വിരലിലെണ്ണാൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അടുത്ത പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കായ്പ്പിക്കാനാണ് ഉലുവ കഷായം ഉണ്ടാക്കാമെന്ന് വെച്ചത്. ഇതിനായിട്ട് നമുക്ക് 500 ഗ്രാം ഉലുവയാണ് വേണ്ടത്. അതേപോലെ തന്നെ 5 ലിറ്റർ വെള്ളവും വേണം. ഉലുവ നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടത്. ഇതിപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിക്കുക. അതിൻ്റെ സത്ത് നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് അതൊക്കെ ഫിക്സ് ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ്. അതേപോലെ പീരീഡ്സിൻ്റെ സമയത്ത് വേദന വരുന്ന ആൾക്കാർക്ക് ഒരാഴ്ച മുൻപ് ഡെയിലി ഉലുവാവെള്ളം തിളപ്പിച്ച് കുടിക്കുക. തലേ ദിവസം ഒരു 2 ടീസ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് രാവിലെ എണീറ്റ് വെറും വയറ്റിൽ കഴിക്കുക. ഇത് ഒരാഴ്ച കഴിക്കുകയാണെങ്കിൽ ആ ഒരു പീരീഡ്സിൻ്റെ സമയത്തുള്ള വേദനയൊക്കെ മാറിക്കിട്ടും. അതുപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവ ചെടികൾക്ക് ചെന്ന് കഴിഞ്ഞാലും അതിനും നന്നായിട്ട് ഗ്രോത്ത് കിട്ടാനും ചെടികൾ പുഷ്പിക്കാനും കായ്കൾ ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇതൊരിക്കലും ചൂടോടുകൂടി ഒഴിക്കേണ്ട ഒന്നല്ല, തണുത്തതിന് ശേഷമാണ് ഒഴിക്കേണ്ടത്. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കുട്ടയിലോ മറ്റോ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഞങ്ങളിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമുക്ക് അരിച്ചെടുക്കണം, അതാണ് അതിൻ്റെ ഉദ്ദേശം. ബാക്കി വരുന്ന ഉലുവ നമുക്ക് 2 ലിറ്റർ വെള്ളത്തിലൊഴിച്ച് ഒരു 2 ദിവസം വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതും നമുക്ക് ഈ മാവിന് ഒഴിച്ച് കൊടുക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഒഴിക്കുമ്പോൾ ആ വെള്ളം മാത്രം, അതായത് നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു കഷായം മാത്രമാണ് നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ മണ്ണ് തന്നെ കൂട്ടി കൊടുക്കാവുന്നതാണ്. 2 ദിവസത്തിന് ശേഷം ഉലുവയും നമുക്ക് ആ 2 ലിറ്റർ വെള്ളവും കൂടി വീണ്ടും തിളപ്പിച്ച് നമ്മൾ ഒന്നുകൂടി തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സീസണിലാവുമ്പോൾ നല്ല ഫലം ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് മാവിന് നൽകാവുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അതുപോലെ തന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, അതുപോലെ ഉണങ്ങിപ്പൊടിഞ്ഞ കരിയില, ഇതൊക്കെ നമുക്ക് മാവിന് വളമായിട്ട് ചേർത്ത് കൊടുക്കാം. മാവ് പൂക്കുന്നതിന് ഏകദേശം 1 മാസം മുൻപ് ഇതേ രീതിയിൽ നമുക്ക് വളം ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം വെച്ചിട്ട് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 കിലോ ചാണകം. ഈ ഒരു രീതിയിൽ നമ്മൾ തടമെടുത്ത് തടത്തിലിട്ട് മൂടുക. അതുപോലെ തന്നെ വളം ഇടുന്നതിന് നമ്മൾ കുറച്ച് മുൻപായിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത്, ശിഖരങ്ങളൊക്കെ ഒരു 6 ഇഞ്ച് താഴെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതും പുതിയ ശിഖരങ്ങളുണ്ടായിട്ട് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നൊരു കാര്യമാണ്. പിന്നെ മാവ് ഇത്രേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മുടെ മാവൊന്ന് കായ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കായ്ഫലം കുറവാണെങ്കിൽ അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് മാതൃസസ്യം നല്ലതായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ കായ്കൾ കിട്ടാതിരിക്കാം. മാവ് പൂക്കുന്ന സമയത്ത് നമ്മൾ കരിയിലേക്ക് അടിച്ചു കൂട്ടി ഒന്ന് പുകയ്ക്കുന്നത് എഥിലീൻ ഹോർമോൺ മരത്തിന് ലഭിക്കാനായിട്ട് സഹായിക്കുന്നു. നമുക്കറിയാം റോഡ് സൈഡിലൊക്കെ വാഹനങ്ങളിൽ നിന്നുള്ള പുകയൊക്കെ ഏൽക്കുന്ന മരങ്ങൾ, മാവൊക്കെ ആണെങ്കിലും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതിന് യാതൊരു പരിചരണവും വളമൊന്നും ഇടുന്നില്ല. ആകപ്പാടെയുള്ള വളമെന്ന് പറയുന്നത് ഇലകൾ കൊഴിഞ്ഞ് വീണ് അതാണ് അഴുകി വളമായിട്ട് ചേരുന്നത്. എന്നാലും നിറയെ മാങ്ങകളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ തീർച്ചയായും നമുക്ക് മാവ് പൂക്കുന്ന സമയത്ത് ഒന്ന് പുകച്ച് കൊടുക്കാം. വലിയ മാവിൻ തോട്ടമൊക്കെ ഉള്ള ആൾക്കാർ ഹോർമോൺ സ്പ്രേ ചെയ്തിട്ടാണ് അതിനെ നേരത്തെ ആ കറക്റ്റ് ടൈമിന് പൂ പിടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. മാവ് പൂക്കുന്ന ആ സമയത്ത് കറക്റ്റായിട്ട് മാവ് എല്ലാം ഒരേ സമയത്ത് പൂക്കുന്നതിനൊക്കെ ആയിട്ട് അവർ ഹോർമോൺ സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് 1-2 മാവൊക്കെ ഉള്ളവർക്ക് അതൊന്നും അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഹോർമോൺ സ്പ്രേ ചെയ്തുകൊണ്ട് അവരുടെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകത്തില്ല, എല്ലാം അത് കായ്കളായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ ഹോർമോൺ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് മാവിൽ പിറ്റേ പ്രാവശ്യം
പൂക്കണമെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ കായ്ക്കണമെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അതാണൊരു പ്രത്യേകത. അപ്പം നാച്ചുറലായിട്ട് തന്നെ കായ്പ്പിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.